സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ തരുന്ന കയ്യിൽ കരുതിയതല്ല, തന്നപ്പോൾ അതോട് പൊങ്ങ് കാണിച്ചു കൊണ്ടുവന്നതാണ്. അപ്പം ഇൻഷാല്ലാ നമ്മളിപ്പോൾ ഉള്ള സ്ഥലം നേരെ കാണുന്ന മക്കാമ മഹാനാകുന്ന ഹക്കീം ഡോക്ടറുടെ മക്കാമാണ് ആ കാണുന്നത്. ഹക്കീം ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ബാദിഷാ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ താമസിക്കുന്ന കാലത്ത് തന്നെ അന്ന് തന്നെ മഹാനുഭാവന്റെ കുടുംബ ഡോക്ടറായിരുന്നു, വൈദ്യരായിരുന്നു മഹാനുഭാവൻ. ഇസ്ലാമിക പ്രബോധനത്തിനായി മഹാനുഭാവൻ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവരോടൊപ്പം അവരെ സേവിക്കാനും രോഗികളാകുന്ന ആളുകളെ ചികിത്സിക്കാനും വന്ന വലിയ മഹാനാണ് അവിടുന്ന് കിടക്കുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ആധുനിക ഡോക്ടർമാർ വരെ കൈവിട്ട പല കേസുകളും ഇവിടെ നിന്നതിന് പരിഹാരം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മണ്ണിൽ നിന്ന് പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇവിടുന്ന് പ്രധാനമായിട്ട് നമ്മൾ ദ്വാരക്ക രോഗങ്ങൾ മാറാനും അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാനും ബുദ്ധി ഓർമ്മശക്തി അതിനൊക്കെ വേണ്ടി നമ്മളിപ്പോൾ ദ്വാരക്ക എല്ലാം വാരി വലിച്ച് ഇവിടുന്ന് ദ്വാരക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ ദ്വാരക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നത് കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പല ആളുകൾക്കും ഇന്ന് ഞാനുള്ള ബസ്സിൽ 4-ാം നമ്പർ ബസ്സിൽ ഇന്നലെ ഞാനത് സൂചിപ്പിച്ചിരുന്നു. മറ്റു 2 ബസ്സിൽ ഞാൻ കയറാത്തത് കൊണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉസ്താദ് മക്കളില്ല, പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാനന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് ഒരു തേന് വാങ്ങാനാണ്. അപ്പം അങ്ങനത്തെ പ്രയാസമുള്ള ആളുകൾ ഇൻഷാല്ലാ ബിസ്മില്ലാഹ് ചൊല്ലിയിട്ട് നല്ല നിയ്യത്തോടെ തേന് വാങ്ങാം. എന്നിട്ട് അതിനകത്ത് കയറി നമ്മൾ 7 ഫാത്തിഹ മഹാനുഭാവന്റെ പേരിൽ ഓതും. അത് ഒന്ന് സമയത്ത് നിങ്ങൾ അത് മൂടി തുറന്ന് കൈ പിടിച്ചിട്ട് 7 ഫാത്തിഹ ഓതിയിട്ട് ബിസ്മില്ലാഹ് ചൊല്ലിയിട്ട് അവിടുത്തെ പേര് ഉച്ചരിച്ചിട്ട് ഇവിടുത്തെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് മന്ത്രിക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ കഴിഞ്ഞവരുണ്ടായിരുന്ന ആളുകൾ അവര് ആ തേന് കൊണ്ടുപോയി അത് ഉപയോഗിച്ചു. ഇന്ന് ഇപ്പൊ ആ കുട്ടിയുടെ വാപ്പ ഉമ്മ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കുട്ടി പ്രസവിച്ചു. 40 കഴിഞ്ഞൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വാലിഹായ മകളാക്കട്ടെ. അവർ കൊണ്ടുപോയി തേൻ അവരുടെ കുടുംബത്തിൽ ഇതേപോലെ ഒരു കുട്ടിക്ക് ഗർഭിണിയാവാതെ പ്രയാസപ്പെട്ട് അവരുടെ കുട്ടിക്ക് അത് കൊടുത്ത് ആ കുട്ടിയും അത് മനസ്സിന്റെ നെയ്യത്താണല്ലോ, അത് ഉപയോഗിച്ച് ആ കുട്ടി ഇപ്പൊ ഗർഭിണിയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല റാഹത്തുള്ള പ്രസവിച്ചിട്ടില്ലല്ലോ അല്ലാഹു റാഹത്തുള്ള സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ പറയാനുള്ളത് ഇവിടെ ഗർഭപാത്രം ഇല്ലാത്തൊരു സഹോദരി പട്ടാമ്പിക്കടുത്തുള്ളത് ഞാൻ കഴിഞ്ഞ പോലെ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ നേർച്ച ചെയ്ത് ദുആ ചെയ്ത് പോയി. ഗർഭപാത്രം ഇല്ലാന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണ്. ആ കേസ് വരെ ഇന്ന് ആ കുട്ടി കല്യാണം കഴിഞ്ഞ് ആ കുട്ടി പ്രസവിച്ച് മക്കളായിട്ട് റാഹത്തായിട്ട് ജീവിക്കുന്നുണ്ട്. എൻ്റെ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ മുള്ളൂർക്കൽ സഹോദരൻ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷനായിട്ട് ഇവിടെ വന്നത് മാത്രമല്ല, ഇവിടെ താമസിക്കുന്ന സമയത്ത് 3-ാമത്തെ ദിവസം രാത്രിയിൽ ആരൊക്കെയോ ഉറക്കത്തിൽ വന്നിട്ട്, ഞാൻ ചുരുക്കി പറഞ്ഞാണ്, ഇന്നലെ ബസ്സിലൊക്കെ പറഞ്ഞതുകൊണ്ട് കേൾക്കുമ്പോൾ മുഷിപ്പുണ്ടാവും, അത് ചുരുക്കി പറയാം. അപ്പൻഡിക്സിന്റെ വയറുവേദന വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ മരിക്കുന്ന ഡോക്ടർമാർ വിധി എഴുതിയ കേസാണ്. ഇവിടെ വന്നുകയും ഇവിടെ 3-ാമത്തെ ദിവസം വെള്ളിയാഴ്ച രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉറക്കത്തിൽ ആരോ വന്ന് വയറ് കീറി പൊളിച്ച് എന്തൊക്കെയോ പുറത്തെടുത്ത് കളഞ്ഞു. അയാള് ചാടി എണീറ്റ് നോക്കുമ്പോൾ വയറും ശരീരം മുഴുവനും ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ പാട് വയറ്റിനകത്തുണ്ട്. അയാൾ എന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ, ഉറക്കത്തിൽ സ്വപ്നത്തിൽ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ പല കേസുകളും, ഷുഗർ ഉള്ളവർ ഇവിടെ തേന് കൊണ്ടുപോയിട്ട് മാറിയ ചരിത്രമുണ്ട്. അങ്ങനെ പല കേസുകളും പല അത്ഭുതങ്ങളും ഇവിടെ നടക്കുന്ന സ്ഥലമാണ്. അല്ലാഹു തആല നമ്മുടെ മനസ്സിന്റെ മുറാദൊക്കെ അല്ലാഹു മനസ്സിലാക്കട്ടെ. കാലങ്ങളായിട്ട് വരുന്ന ആളുകളുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, അവനവന്റെ പ്രതീക്ഷ കൈവിടാതിരിക്കുക. നമ്മൾ മഹാന്മാർ ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കും. എത്ര കാലം നമ്മുടെ അടുത്ത് വരും എന്ന് നമ്മൾ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പൊ നമ്മൾ അതിലൊന്നും തളരാതെ വിശ്വാസം ഉറപ്പിച്ച് മഹാന്മാരടുത്ത് വരിക. നമ്മൾ കരഞ്ഞ് നമ്മൾ ചോദിച്ചു വാങ്ങണം. ഈ കൂട്ടത്തിലുള്ളവർക്ക് പറയാനുള്ളത്, അങ്ങനെ പ്രയാസമുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് അവിടെ ഇരുന്ന് മനസ്സറിഞ്ഞിട്ട് മഹാനുഭാവൻ കാണുന്നുണ്ടെന്ന് വിചാരത്തോടെ പറഞ്ഞ് ചോദിച്ച് എനിക്ക് കുട്ടിയെ വേണമെന്ന് ചോദിച്ച് പറഞ്ഞ് വാങ്ങണം. അടുത്ത കൊല്ലം അല്ലാഹു തൗഫീഖ് തന്നാൽ ആ കുട്ടിയെ കൊണ്ട് വരാം. അടുത്ത കൊല്ലത്തല്ല, എപ്പോഴാണ് ആ കുട്ടി കിട്ടുന്ന ആ കുട്ടിയെ കൊണ്ട് ഞാൻ ഇവിടെ വരുന്ന മനസ്സിൽ നിയത്തി വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ദുആരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു കുട്ടിക്ക് വേണ്ടി 16 വയസ്സ് ഏകദേശം ഉണ്ടാവും. അവനിപ്പോൾ ഹോസ്പിറ്റലിൽ കുറച്ച് സീരിയസ് ആണ്. ലങ്സിൽ വെള്ളം കയറിയിട്ട് അവന് വേണ്ടി ദുആരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ശിഫ നൽകട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്.
അള്ളാഹു അവരൊക്കെ മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കട്ടെ. എല്ലാവരുടെ പ്രയാസം അള്ളാഹു മാറ്റിത്തരട്ടെ. അവിടുന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സിയാറത്ത് കഴിഞ്ഞാൽ നേരെ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ അപ്പുറത്ത് പോയിട്ട് അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടാം. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പാസ് ചെയ്യരുത്. ഇവിടുന്ന് സിയാറത്ത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോവുക. ഇത് ജാഫർ സാദിഖ് തങ്ങൾ, ഇദ്ദേഹവും ഒരു വൈദ്യരായിരുന്നു. ഇവിടെ കിടക്കുന്ന അതുപോലെ തന്നെ അപ്പുറത്തൊരു ബീവി ഉണ്ട്, അവരും വൈദ്യ സ്ത്രീകളെ ചികിത്സിച്ചിരുന്ന ഉമ്മ അവിടെ ഉണ്ട്. അതിനപ്പുറത്തൊരു ബീവി ഉണ്ട്, അവിടെ സ്ത്രീകൾക്ക് കയറാൻ പറ്റും. പക്ഷെ അത് ഞാൻ പറഞ്ഞുതരാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ദുആ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ആ ഭാഗത്തേക്ക് പോയി നിൽക്കുക. അവിടെ നിന്നിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് കുറച്ച് ബൈത്തൊക്കെ നമുക്ക് ദുആ എടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആദ്യം തേന് വാങ്ങാൻ കൈപ്പിടിക്കുക. 7 ഫാത്തിഹ നമ്മൾ ഓതും. നിങ്ങൾ എന്ത് മനസ്സിൽ മുറാദാണോ നിയ്യത്ത് ആ മനസ്സിൽ കരുതുക. ആ 7 ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, അതിനകത്ത് ഓതുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വീട്ടിൽ കൊണ്ടുപോയിട്ട് രാവിലെ വെറും വീട്ടിൽ അത് കഴിക്കുക. കിടക്കാൻ നേരത്തും എന്ത് ചെയ്യുക, അല്പം കഴിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ സിയാറത്ത് കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പെണ്ണുങ്ങൾക്ക് ബാക്ക് നല്ല സ്ഥലമുണ്ട്.